പ്രൈസ് ലോർഡ്. നിങ്ങളോടുകൂടി ഒരുമിച്ച് ആയിരിക്കാൻ എനിക്ക് കിട്ടിയ നല്ല ഭാഗ്യപദവിക്കാൻ സ്വത്രം. സന്തോഷമുള്ളവരെല്ലാവരും കൈകളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹാപ്പി ടു ബി വിത്ത് യു ഗൈസ്. ഓക്കെ, നമുക്കിന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം, കൈൻ്റെ ആബേലിൻ്റെ 2-ാം ഭാഗത്തെ പറ്റി ചിന്തിക്കും. ഓക്കെ, അത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. ഹീബ്രു ഞാൻ ഇന്നും ലാസ്റ്റ് ആഴ്ച പ്രിപ്പയർ ചെയ്തെങ്കിലും സമയമില്ലാത്തത് വായിച്ചില്ല. ഇനി സത്യം ഞാൻ പ്രിപ്പയർ ചെയ്തില്ല, കാരണം ജീവിതത്തിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ പോവാണ് എൻ്റെ. അതുകൊണ്ട് ഇച്ചിരി തിരക്കായിപ്പോയി, ഞാൻ മറന്നും പോയി. ഓക്കെ, ഇംഗ്ലീഷ് മാത്രം വായിക്കാം. ഓക്കെ. Then the Adonai said to Cain, "Where is your brother Abel?" And he replied, "I don't know. Am I my brother's guardian?" But Adonai said, "What have you done? The voice of your brother's blood is crying out to me from the ground. So now you are banished from the ground which has opened its mouth to receive your brother's blood from your hand. When you try to cultivate, the ground will no longer yield its best for you, and you will be a homeless wanderer on the earth." Then Cain said to Adonai, "My punishment is too great to endure. Look, you are driving me off the land. Today I must hide from your presence. I will be a homeless wanderer on the earth. Whoever finds me will kill me." But the Adonai said to me, "All right then, if you kill Cain, if anyone kills Cain, Cain will be avenged 7 times as much." Then the Adonai put a special mark on Cain. ആ മാർക്ക് ഉള്ളതിൻ്റെ കുറേ ഇതുണ്ട്, അത് നല്ല രസമാണ്. On Cain, so that no one who found him will strike him down. So Cain went out from his presence of the Adonai and lived in the land of Nod, east of Eden. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ പിതാവേ, ഞങ്ങൾ ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് അപ്പച്ചൻ്റെ വാദപ്പെടുത്തങ്ങൾ അല്പസമയം ദൈവമേ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നു. ദൈവമേ പഠിക്കുവാനും ഗ്രഹിക്കാനും ഇടയാക്കണമേ. ദൈവമേ പരിശുദ്ധാത്മാവിനാൽ അടിയൻ്റെ ഹൃദയത്തോടെ ഇടപെടുവാനും വായോട് സംസാരിപ്പാനും ദൈവമേ അപ്പച്ചന് എന്ത് പറയണോ ജനങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹം അത് മാത്രമേ പറയാവുള്ളൂ, അല്ലാത്ത ഒന്നും പറയല്ലേ. പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ അത് സഞ്ചരിക്കണം. ഡെയിലി ലൈഫിൽ അത് എൻജോയ് ചെയ്യാൻ ഉണ്ടാക്കണം. യേശു മനസ്സാക്കണം. യേശു തന്നെ ആമേൻ. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ആബേലും കെയിനും വർഷിപ്പിന് വന്നു. അവരുടെ മനോഭാവം നമ്മൾ കണ്ടു. കെയിനിൻ്റെ ആരാധനയിൽ പ്രസാദിച്ചില്ല. ആബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം വായു. ഇപ്പം നമ്മളിങ്ങനെ ഊതുമ്പോൾ ഒരു വായു ഇത് പോകത്തില്ലേ, പെട്ടെന്ന് അങ്ങ് മിസ്റ്റ് പോലെ പെട്ടെന്ന് അങ്ങ് ഇതായി പോകത്തില്ലേ എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ വെളിയിലൊരു മിസ്റ്റ് വന്നു സൂര്യൻ ഒഴുകുമ്പോൾ അതില്ലാതെ പോകത്തില്ലേ, അതേപോലെ കാണും. വായു എന്നാണ് അർത്ഥം. ആ ജീവിതത്തിന് പറ്റിയ പേര പെട്ടെന്ന് വന്നു വായു പോലെ അങ്ങ് പോയി. മനസ്സിലായോ? അപ്പം അതാണ് ആബേലിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഈ ആരാധനയെപ്പറ്റി എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ട്. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹോളി സ്പിരിറ്റിനെ പറ്റി അത് പറഞ്ഞു. അതേപോലെ സ്കോളർലി ഒന്നും അല്ലെങ്കിലും എനിക്ക് ആരാധനയെപ്പറ്റി പറയണമെന്നുണ്ട്. അതേപോലെ ദൈവരാജ്യത്തെപ്പറ്റി, കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റി. നമ്മുടെ പാഷന്മാരൊക്കെ സീനിയർ പാഷന്മാരൊന്നും പറയുന്ന പോലെ ഒക്കത്തില്ലെങ്കിലും സ്കോളർലി അല്ലെങ്കിലും എൻ്റെ ഹൃദയപ്രകാരം ഒന്ന് പറയണമെന്നാകുന്നു. പക്ഷേ ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. എനിക്കത് എൻ്റെ മനസ്സിന് തൃപ്തികരമായ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഏതായിട്ടും ഫിനിഷ് ആയിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എങ്കിലും കുറച്ചൊരു ഒരു 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 ഇത് കാര്യം പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തേക്ക് ആരാധന എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യൻ ദൈവത്തെ തേടുകയാണ്, പക്ഷേ കണ്ടു കിട്ടിയില്ല. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്ന ദൈവത്തെ അവർ ഇൻ പേഴ്സൺ കണ്ടില്ല. അപ്പോൾ അവരെന്ത് കൊടുത്തു? ഈജിപ്തിലെ ഇത്രയും ക്ലോസ് ആയിട്ട് വരുന്ന ഒരു ദൈവമാണ് കാളക്കുട്ടി. അതിനെ എടുത്ത് വെച്ച്
ആരാധിച്ചു. മനസ്സിലായി എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചു. അവരുടേതായ രീതി കണ്ടെത്തുക, ദൈവത്തിൻ്റേതായ രീതിയിലല്ല, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമല്ല. അതുകൊണ്ടാണ് ദാവീദിനോട് പറഞ്ഞ് എൻ്റെ ഹൃദയപ്രകാരമുള്ള ദേവദാസൻ ദാവീദിനെ പറ്റി പറഞ്ഞു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമല്ല, സ്വന്തം ഹൃദയപ്രകാരം നോക്കി, പക്ഷെ കണ്ടെത്തിയില്ല. മനസ്സിലായി. അന്നേരം ഐഡിയലൊക്കെ വെച്ച് ഒരു ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ അങ്ങ് ഇത് ചെയ്യാൻ തുടങ്ങി, വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് ഫുഡ് പ്രസാദമുള്ള മനുഷ്യൻ കഴിക്കുന്ന പോലെ തന്നെ ദൈവത്തിന് ഫുഡ് കൊടുക്കുക. അപ്പോൾ ദൈവം പ്രസാദിക്കും. അപ്പം നല്ല കൾട്ടിവേഷൻ, നല്ല അഗ്രികൾച്ചർ കൾട്ടിവേഷനും നല്ല സമ്പത്തൊക്കെ ഉണ്ടാകും. മനസ്സിലായി. ഇപ്പോൾ എന്തെങ്കിലും സമ്പത്ത് കുറവോ എന്തെങ്കിലും വരുമോ, രോഗങ്ങൾ വരുവാണോ, ആദ്യം ഇസ്രായേൽ മക്കളോടും ഇത് തന്നെയായിരുന്നു പറഞ്ഞ്, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാവരുത്, വേറെ ദൈവമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ ചീഫ് ഡിയേറ്റി ആയിട്ട്, ഏറ്റവും വലിയ നമ്മുടെ മുതിർന്ന ഡിയേറ്റി ആയിട്ടാണ് ദൈവത്തെ കണ്ടത്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ബൈബിൾ വായിക്കുമ്പോൾ ഏലിയാവിൻ്റെ എലീശയുടെയൊക്കെ 1 രാജാക്കന്മാരൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, അവർക്ക് എന്തെങ്കിലും ഒരു ക്ഷാമം വരുമ്പോൾ അവർ ഓടുന്നത് ബാലിൻ്റെ പുറകെയാണ്. അപ്പം അതുകൊണ്ടാണ് എലീശ പ്രവചനം അതൊക്കെ ഡോണ്ട് ഗോ ആഫ്റ്റർ ബാലിൻ്റെ പുറകെ ഒന്നും പോകരുത്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവാം. പക്ഷെ അവരത് എടുത്തില്ല. മനസ്സിലായി. അപ്പം അതേപോലെ ദൈവത്തിന് നമ്മൾ ചില ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്, സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം, നമ്മളുടെ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം, നമ്മൾ സ്തുതിച്ചില്ലേ ദൈവം താഴെ പോകും. മനസ്സിലായി. അതേപോലെ ഇത് കുറ്റമോ അങ്ങനെ കളിയാക്കോ ഒന്നുമല്ല പറയുന്നത്. നമ്മൾ പലപ്പോഴും ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ഥിരം ഇങ്ങനെ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ ശ്രദ്ധിച്ച് എന്തോ ഈ പറയുന്നതെന്നൊന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് എൻ്റെ അബദ്ധം എനിക്ക് മനസ്സിലായി. നമ്മൾ എപ്പോഴും പറയാണ്, ദൈവം നല്ല ആരാധന തന്നതിനായ സ്തോത്രം. അതെ, ദൈവം നമുക്ക് നല്ല ആരാധന തന്നത്. ദൈവം നമുക്കാണോ ആരാധന തരുന്നത്, അതോ നമ്മൾ ദൈവത്തിനാണോ കൊണ്ടിരുന്നത്? അതെ, കെയിനും ആബേലും ദൈവത്തിനാണോ കൊണ്ടുവന്നത്, അതോ ദൈവം അവർക്കാണോ കൊടുത്തത്? ഹൂ ഈസ് ഹയർ, ഹൂ ഈസ് ഗ്രേറ്റ്? മനസ്സിലായി. പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായി, പക്ഷേ എങ്കിലും മനസ്സിലായി. അപ്പോൾ അതേപോലെക്കുള്ള നമ്മൾ ശ്രദ്ധിച്ച് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ഇതാകും. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനൊരു സംതിങ് കൊടുക്കുമ്പോൾ ദൈവം ഇൻ റിട്ടേണായിട്ട് തരും. ആ ഒരു മനോഭാവത്തോടെ ആയിരിക്കും. ഇപ്പം നമ്മൾ ദശാംശം കൊടുക്കുമ്പോഴും നമ്മൾ പറയും, ഞാൻ ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് കുറച്ചുകൊണ്ട് ആ ഒരു ഏതാണ്ട് സംതിങ് നമ്മളേതാണ്ട് വല്ല നമുക്ക് ആരോഗ്യം തന്നതും ജോലി തന്നതും ഇതെല്ലാം തന്ന ആരാ? നമുക്ക് ആരോഗ്യം തന്ന ആരാ? ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? നമുക്ക് ജോലി തന്നതാരാ? എത്രയോ വലിയ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും McDonald's വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കഴിഞ്ഞ ദിവസം ബിനുപാഷ് പറഞ്ഞപ്പം എനിക്കത് സന്തോഷം തോന്നി. 10ാം ക്ലാസ്സിൽ തോറ്റ ആൾ ഇത്രത്തോളം ദൈവം നടത്തി എന്നുള്ളത്. എൻ്റെ കാര്യം ഏകദേശം അതേപോലെക്കാം. 10ൽ 210 വേണമെന്നുണ്ട് 211 മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ ജയിച്ചത്. ഞാൻ ഇവിടെ വന്ന് പഠിക്കുകയും ഹൈസ്കൂൾ ഡിപ്ലോമ എടുക്കാനും കോളേജ് ഡിഗ്രി 1 അല്ല 2 കിട്ടുവാനും ഒക്കെ ദൈവം സാധിച്ചു. ഇതായിരുന്നു എൻ്റെ കഴിവും എടുക്കുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് പോലും മലയാളവും ഇംഗ്ലീഷും നേരെയോ പറയാൻ അറിയാത്ത എനിക്ക് ഹീബ്രുവും ഗ്രീക്കും പഠിക്കാനായിട്ടായിരിക്കും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശംസിക്കാനൊന്നുമില്ല. ഇതൊക്കെ ഇപ്പം ആബേലിനെ പറഞ്ഞു ഒരു വേപ്പർ പോലെ, ഒരു വായു പോലെ തോന്നുന്നത്. മനസ്സിലായി. അതിലൊന്നും ഒരു പ്രശംസിക്കാനൊന്നുമില്ല. മനസ്സിലായി. അപ്പം ഇവിടെ പല സമയത്തും നമ്മളുടെയൊക്കെ മനോഭാവം അതേപോലെ നമ്മളേതാണ്ട് സംതിങ് ദൈവത്തിന് കൊണ്ടുവരുന്നു, കൊടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. മനസ്സിലായി. അങ്ങനെ ആയിരിക്കരുത്. ദൈവമേ കൃപയാലാണ് ഞാനിത് വന്നത്. ദൈവമേ ഇപ്പോൾ എവറി ടൈം ഞാൻ ദൈവസന്നിധി വരുമ്പം, സൺഡേ മാത്രമല്ല എവറി ടൈം വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചോദിക്കും, ദൈവമേ യോഗ്യനാണോ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നുകൊണ്ടുണ്ടോ? ക്ഷമിക്കണമേ. ഒരു അങ്ങനത്തെ ഒരു മനോഭാവത്തോടാണ് വരുന്നേ. അല്ലാതെ ഐ ഡിസേർവ് ദിസ്, നോ, അങ്ങനെയല്ല. ഐ ആം ഹിയർ ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ്. കൃപയാലാണ് എനിക്ക് ഇത്രത്തോളം സാധിച്ചത്. പക്ഷേ കെയിൻ്റെ മനോഭാവം അങ്ങനെ ആയിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ പറയുന്നത് കഴിഞ്ഞാൽ ദൈവം കെയിനോട് ചോദിക്കുന്നത്, നീ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പറയുന്നേ? പക്ഷെ അതിൻ്റെ അർത്ഥം നല്ലത് ചെയ്തിട്ടില്ല. മനസ്സിലായി. നല്ല മനോഭാവമായിരുന്നില്ല. സംതിങ് റോങ് കെയിൻ ചെയ്ത്.
ഡിഡ്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ആബേൽ നല്ലതായിട്ട് ചെയ്തു. ഓക്കെ, അവിടെ തുടങ്ങിയ ജലസി മനസ്സിലായി. കെയിൻ ദൈവം അതിന് വാണിംഗ് കൊടുത്തു. അവരുടെ പിതാക്കന്മാർ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം കമാൻഡ്മെൻറ്റ് കൊടുത്തു, ഈ ട്രീയിൽ നിന്ന് കഴിക്കരുത്. പക്ഷേ എന്ത് കൊടുത്തു? അവരത് കഴിച്ചു. റൈറ്റ്. കഴിച്ചു കഴിഞ്ഞാൽ അവർ പാത്തിരുന്നു, ഹൈഡ് ചെയ്തു. ദൈവത്തിന് കാണാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ല. എവിടാന്ന് ചോദിച്ചു. അപ്പോൾ അവരെ ഹൈഡ് ചെയ്യാൻ അവർ ഹൈഡ് ചെയ്യാൻ അവരുടെ പാപത്തെ പറ്റിയുള്ള ഒരു കൺഫെഷനല്ല, പിന്നെന്തോ അവർ ചെയ്തു പോയ തെറ്റിനെ പറ്റിയല്ല, അവരുടെ പണിഷ്മെൻറ്റിനെ പറ്റിയുള്ള എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ കെയിനും നമ്മൾ ദൈവം പറഞ്ഞു, ആബേൽ എന്ത് ചെയ്യേ? ഞാൻ ആബേലിൻ്റെ കാവൽക്കാരനാണ്, എനിക്കിങ്ങനെ അറിയുന്നത്. അപ്പം ഞാനെന്താ ആബേലിൻ്റെ ദൂതൻ ആണോ? ഇതുകൊണ്ടാണ് ഞാൻ ഗാർഡിയൻ ഏഞ്ചൽസ് നമുക്കുണ്ടെന്ന് പറഞ്ഞ്. ചില ആൾക്കാർ പറയുന്നത് അവർ ഏദൻ തോട്ടത്തിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞാണ് ഞങ്ങളിവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്, ഞങ്ങൾ ഇവിടുന്ന് പാപത്താൽ കിക്കൗട്ട് ചെയ്തത്. അപ്പോൾ അവരവിടെ പോയപ്പോൾ ആ കെരൂബിനെ കണ്ടു കാണാൻ ചാൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കെയിൻ പറഞ്ഞത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഗാർഡിയനാണ്. യെസ്, വി ആർ ബ്രദറിൻ്റെ ഗാർഡിയനാണ് നമ്മൾ ഓരോരുത്തരും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇതിപ്പോൾ വലിയ എല്ലാ ആഴ്ചയിലും വന്ന് കെട്ടിപ്പിടിച്ച് മുമ്പെന്ന് വന്ന് ഷെയ്ക്കാൻ ചെയ്തില്ലെങ്കിലും ഒരു ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ കാണണം. അപ്പം നമ്മൾ അവർ ബ്രദേഴ്സിൻ്റെ ഗാർഡിയനാണ്, മനസ്സിലായി. ബട്ട് ദൈവം ചോദിച്ചേ, നീ എന്താ ചെയ്തേ? നിൻ്റെ ബ്രദറിൻ്റെ രക്തം എന്നുള്ള ഹീബ്രു ഡാം, നദി, നമ്മൾ മുല്ലപ്പെരിയ ഡാം എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഡാം, അതിൻ്റെ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ദമീം എന്ന് പറയും. ദമീം. ഓക്കെ, അപ്പം ഡാം എന്ന് പറഞ്ഞാൽ ബ്ലഡ് എന്ന് പറയും. ഒത്തിരി ഒരു മനുഷ്യൻ്റെ ഹോൾ രക്തം പോകുമെന്ന് പറയുമ്പോൾ ദമീം എന്ന് മനസ്സിലായി. അപ്പം ആ ബ്രദറിൻ്റെ രക്തം നിലത്ത് നിന്ന് വരുന്നത്, അതിന് ഒത്തിരി കുറേ എക്സ്പ്ലനേഷൻ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ കെയിൻ ആബേലിൻ്റെ മക്കൾ, മനസ്സിലായി, ഇനിയും വരാൻ പോകുന്ന മക്കളില്ലെങ്കിൽ ഇനിയും വരാൻ പോകാമായിരുന്ന ജനറേഷൻസ് വിളിക്കും. അല്ലെങ്കിൽ ആബേലിന് അല്ലെങ്കിലും കെയിന് 12 ആദാമിന് 12 ആൺമക്കളും 8 പെൺമക്കളും ആണെന്ന് തോന്നുന്നു ഉള്ളത്. അത് കഴിഞ്ഞ ആഴ്ച ഞാനത് കറക്റ്റ് പറഞ്ഞായിരുന്നു. അപ്പം അത്രയും അതിലേതെങ്കിലും ഒരാൾ അല്ലെ അവരെല്ലാവരും തന്നെ കൈനെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്, മനസ്സിലായി. അപ്പോൾ അതായിരിക്കാം. അല്ലെ ബ്ലഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എൻ്റെ രക്തം എന്ന് പറയുന്നത് എൻ്റെ മക്കൾ, മനസ്സിലായി. പക്ഷേ ആബേലിന് മക്കളുള്ളതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. മക്കളുണ്ടായിരുന്നുവെങ്കിൽ സേത്തിനെ വേണമായിരുന്നു. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ മക്കൾ അല്ലെ വരാനുള്ള തലമുറ, ആബേലിൽ നിന്ന് ജനിക്കാനിരുന്ന സന്തതികൾ, അവരുടെ രക്തം, മനസ്സിലായി. ജനിച്ചില്ലെങ്കിൽ പോലും വരാനിരിക്കുന്ന ഫ്യൂച്ചർ അവരുടെ എന്ന് പറയപ്പെടും. അപ്പോൾ അവരുടെ രക്തം നിലവിളിക്കുന്നു. ആ രക്തം, മനസ്സിലായി, ഞാൻ ഊതിയ രക്തം, എൻ്റെ ശ്വാസം, അവരുടെ ആ രക്തം, ആബേലിന് കൊടുത്ത ആ രക്തം നിലവിളിക്കുന്നു. ആ സോൾ, മനസ്സിലായി, സോൾ നിലവിളിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നിനക്ക് ഈ സ്ഥലത്ത് നിൻ്റെ ബ്രദറിനെ കൊന്ന ഈ സ്ഥലത്ത് നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല, മനസ്സിലായി. അവിടെ നിന്ന് വിട്ടു പോവുക, മനസ്സിലായി. അത് കഴിഞ്ഞ് ആദാമിൻ്റെ ശാപം എന്തുമായിരുന്നു? ആദാമിൻ്റെ ശാപം ഭൂമിയായിരുന്നു ശാപിച്ചത്. ഇപ്പോൾ ഇതേപോലെ തന്നെ കൈനും അതിൻ്റെ ഇരട്ടി ഡബിൾ പ്രൊമോഷൻ എന്ന് പറയുന്ന പോലെ ഡബിൾ കേഴ്സിങ് ആണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. നീ ഇനി കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഭൂമി അതിൻ്റെ നോ ലോങ്ങർ ബെസ്റ്റ് കിട്ടത്തില്ല, മനസ്സിലായി. നീ ഭൂമിയിൽ ഹോംലെസ് വാണ്ടറർ ആയിട്ട് നടക്കും. അതിൻ്റെ ഹീബ്രു വേർഡ് നാദും നോദും
നോദെന്ന് പറഞ്ഞ ആ ഏറ്റവും അവസാനം പേരിട്ട സ്ഥലത്തിൻ്റെ പേര് നോദെന്ന്, റൈറ്റ്. ആ നോദെന്ന് ഇടാൻ കാര്യം, അത് നോദെന്ന് പറഞ്ഞാൽ നാദെന്ന് പറഞ്ഞ് റൂട്ട് വേർഡിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നോദെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അർത്ഥം എന്ന് കഴിഞ്ഞാൽ നോദെന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് വാട്ടർ, മനസ്സിലായി. ഇവിടെ നാദെന്ന് പറഞ്ഞാൽ വാട്ടർ. ലൈക്ക് ഈ വേർഡിൽ നിന്ന് ഇംഗ്ലീഷിൽ നൊമാഡിക് എന്ന് പറയത്തില്ല, സെമി നൊമാഡിക്. അബ്രാമൊക്കെ സെമി നൊമാഡിക് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ആളായിരുന്നു. അവർ അമോറൈറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു അവരുടെ സന്തതി അല്ലെങ്കിലും അത് അമോറൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ആൾക്കാരായിരുന്നു. അവരിങ്ങനെ ടെൻറ്റ് മാറ്റി അടിച്ച് ഇങ്ങനെ താമസിക്കുന്ന ആളുകൾ, സെമി നൊമാഡിക് പീപ്പിളായിരുന്നു. അവരുടെ കൂടി ഏറ്റവും അവസാനം തേരയുടെ സമയമായപ്പം ഇവിടെ വന്നു, കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് വന്നു. അവിടെ നിന്നായിരുന്നു അബ്രാമിനെ വിളിച്ചിറക്കിയത്. ഓക്കെ, എനിവേ അപ്പോൾ കെയ്നോട് പറഞ്ഞെന്തോ, നീ ഇനി ഉഴണ്ട് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിത്തീരും. ഭൂമി മുഴുവൻ ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാതെ ഓടി നടക്കുന്ന വ്യക്തിയായിത്തീരും എന്ന് പറഞ്ഞു. അപ്പം കെയ്ൻ പറയുന്നത് കെയ്ൻ സെഡ് ടു അഡോനായി, മൈ പണിഷ്മെൻറ്റ് ഈസ് ടു ഗ്രേറ്റ് ടു എൻഡ്യൂർ. എൻ്റെ തെറ്റ് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും പരമാനന്ദ ഇതായിരുന്നു. ലുക്ക്, അപ്പം ദൈവത്തോട് ലുക്ക്, യു ആർ ഡ്രൈവിംഗ് മീ ഓഫ് ദ ലാൻഡ് ടുഡേ, ഐ മസ്റ്റ് ഹൈഡ് ഫ്രം യുവർ പ്രസൻസ്. അതൊരു എന്താ സ്പിരിച്വൽ മീനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി വിട്ടു പോവുക. ഇപ്പോഴും ആ ജലസി കെയ്നിൽ വന്ന്, ഇപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും വരുമ്പോൾ കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം ആയിരുന്നു. ഇപ്പോൾ വന്നത് ജലസി. ഇപ്പം ഈ ഈവിൽനെസ് എപ്പോഴും നമ്മുടെ വാതിക്കലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 2 പേരുണ്ട്, നന്മയും തിന്മയും ഉണ്ട്. അതിലാരെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ തിന്മ എന്തായിരുന്നു, കെയ്നെ ഓവർ പവർ ചെയ്തു. ആ ജലസി വാസ് ടു ഗ്രേറ്റ്. നമ്മളത് പ്രോബേഴ്സിൽ വായിക്കുമ്പം ഒരു ജലസിയെ പറ്റി പറയുന്നുണ്ട്. ജലസിയെ പറ്റി ആ വാക്യം ഞാൻ മറന്നു. അപ്പം ഈ ജലസി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അന്ന് കൈന് അത് ഓവർകം ചെയ്യാൻ പറ്റിയില്ല, മനസ്സിലായി. ആ ജലസി ഓവർകം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ കെയ്ൻ്റെ റിപ്ലൈ, കെയ്ൻ പറഞ്ഞ ഇത് കേട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ തെറ്റിനെ, ദൈവമേ അയ്യോ ഞാൻ എൻ്റെ സഹോദരനെ കൊന്നു, എന്നോട് ക്ഷമിക്കണമേ എന്നാണോ പറഞ്ഞത്? കിട്ടിയ പണിഷ്മെൻറ്റിൻ്റെ ഇതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്ത്. ന്യായീകരിച്ചിട്ടും ദൈവസന്നിധി വന്നോ? ഇല്ല. പുള്ളിക്കാൻ ദൈവസന്നിധി വിട്ടു, എന്നെ ഓടിച്ചു വിടുക, അത് വിട്ടു. ഇപ്പം ഇങ്ങനെ പറയുമ്പം നമുക്ക് 2 വ്യക്തികളുടെ ഇതറിയാം. ഒന്ന് പത്രോസ്, നീ 3 വട്ടം തള്ളി പറയുമെന്ന് പറഞ്ഞിട്ടും പത്രോസ് അതിദുഃഖത്തോടെ ഏറ്റു പറഞ്ഞു, മാനസാന്തരപ്പെട്ടു. ആ സമയം യൂദാസോ ദൈവത്തിനോട് കുറ്റം പറഞ്ഞ നേരെ പോയി പൈസ എടുത്തുകൊണ്ട് പള്ളിയിൽ പോയി അവിടുത്തെ സന്നിധി സംഘത്തിൻ്റെ ഹൈ പ്രൈസിനോടാണ് പോയി കൺഫെഷൻ ചെയ്തത്. ദൈവത്തോട്, പിതാവിനോടല്ല ചെയ്ത് പോയി സന്നിധി. അത് കഴിഞ്ഞിട്ട് പോയി എന്തോരുന്നു കെട്ടി തൂങ്ങി ചേർത്തു. അപ്പോൾ അതേപോലൊരു മനസ്സിലായ ഒരു കൺഫെഷൻ ദൈവത്തോടല്ല, കിട്ടിയ പണിഷ്മെൻറ്റിനോടാണ് കൈൻ ഇത് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സന്നിധി, അത് കഴിഞ്ഞ് എന്നെ ആരെങ്കിലും ഞാനിങ്ങനെ പോകുന്ന സമയത്ത് എന്നെ ആരെങ്കിലും കണ്ട് കൊന്നാൽ കൊല്ലാതിരിക്കാൻ വേണ്ടി, അപ്പം അതേപോലെ ഇപ്പം ആദാം ചെയ്തപ്പം ഒരു പണിഷ്മെൻറ്റ്, ഇപ്പം കെയ്ൻ ചെയ്തപ്പോൾ അതിൻ്റെ ഇരട്ടി പണിഷ്മെൻറ്റ്. ഇനി കെയ്നെ ആരെങ്കിലും ചെയ്താൽ
അത് 7 ടൈംസ് ആയിരിക്കും. മനസ്സിലായി? 7 ടൈംസ് എന്നുള്ളത് മനസ്സിലായി? അന്നത്തെ കാലത്ത് ഇതിൻ്റെ അകത്ത് ലിറ്ററേച്ചറിൻ്റെ അകത്ത് ഒത്തിരിയും കാര്യങ്ങളുണ്ട്. ഞാൻ 9-ാം അധ്യായത്തിൻ്റെ അകത്ത് അല്ല 8-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയുന്നത് ബ്രദറിനോട് പറയും നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ ഫീൽഡ്. അവർ വയലിലായിരിക്കുമ്പം ആദ്യം നമുക്ക് വയലിലോട്ട് പോകാമെന്ന് പറഞ്ഞു. വയലിലായിരിക്കുമ്പം അവിടെ ഒരു ഗ്യാപ്പാണ്. മനസ്സിലായി? ഒരു സൈലൻറ്റ് പീരീഡ് വെച്ചേക്കും. അതേപോലെ തന്നെ ഈ അബ്രാം ഐസക്കിനെ കൊണ്ട് മോറിയ മലയിൽ പോകുമ്പം ആ പോകുന്ന ഭാഗത്ത് ഒരു സൈലൻറ്റ് പീരീഡ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് ലിറ്ററേച്ചർ വെച്ചേക്കുന്നത്? നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ എക്സ്പ്രഷൻ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാൻ വേണമെങ്കിൽ നമുക്ക് പറയാം കൈനും അബിലും തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാക്കി. ഞാൻ നമ്മളുടെ ആ പോയിൻ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കോണ്ടെക്സ്റ്റിൽ നിന്ന് വിട്ടു പോകരുത്. കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് മനസ്സിലായി ഇത് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പറയാം ആബേലിൻ്റെ ആടുകൾ കെയിൻ്റെ ഇല സസ്യങ്ങളുടെ അല്ലെ കൾട്ടിവേറ്റ് ആബേൽ ചെയ്ത കൃഷിയുടെ ഇല തിന്നും. മനസ്സിലായി? അപ്പം അവർ അങ്ങനത്തെയൊക്കെ പറഞ്ഞ് നമ്മളുടെ കോണ്ടെക്സ്റ്റ് വിട്ടു പോകരുത്. അതിൽ നിന്നുകൊണ്ടുള്ള സൈലൻറ്റ് പീരീഡ്. അത് ഞാൻ ലിറ്ററേച്ചർ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയ നല്ലതെന്ന് കഴിഞ്ഞാൽ രക്തം നിലവിളിക്കുന്നു. മനസ്സിലായി? രക്തം നിലവിളിക്കുന്നു. സോദോം ഗോമോറയിൽ രക്തം നിലവിളിച്ചു. മനസ്സിലായി? വലിയൊരു നിലവിളി എനിക്ക് അവിടെ കേൾക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. അതേപോലെ തന്നെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്ന സമയം അവരുടെ കരച്ചിൽ എൻ്റെ ചെവിയിൽ വന്നു. മനസ്സിലായി? അപ്പം നമുക്കൊരു ബുക്കുണ്ട്, വോയിസ് ഓഫ് മാർട്ടിയർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് എന്ന് പറയുന്നത്. ആ രക്തം നിലവിൽ അതൊരു പോയറ്റിക് ആൻഡ് എന്താ പറഞ്ഞത് ഒരു ലിറ്ററേച്ചർ ഉള്ളൊരു ഭാഷയാണ്. മനസ്സിലായി? ചില സ്ഥലത്ത് ഇഡിയം പറയുന്ന പോലെ തന്നെ ഇഡിയം ഒക്കെ ഉള്ള പോലെ തന്നെ ഇത് ലിറ്ററേച്ചറിൻ്റെ അത് പറയുന്ന കാര്യങ്ങൾ. അപ്പം കെയിൻ്റെ വാണ്ടറായെന്ന് പറഞ്ഞു 7 സമയം. അത് കഴിഞ്ഞ് ദൈവം കെയിനോട് പറഞ്ഞു എന്നെ ആൾക്കാർ കൊല്ലത്തില്ലേ, പ്രതികാരം ചെയ്യത്തില്ലേ ആബേലിൻ്റെ. അതിനൊരു മാർക്ക് കിട്ടുന്നുള്ളത് 14-ാം സെഞ്ചുറി മുതലാണ്. 14-ാം സെഞ്ചുറി ആയപ്പോഴത്തേക്ക് സെയിൻറ്റ് അഗസ്റ്റിൻ വലുതായിട്ടൊന്നും പറഞ്ഞില്ല. അതിന് മുമ്പേ ഹീബ്രു ആൾക്കാർ ഈ യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ ഒത്തിരി ഇതിന് വിവരണങ്ങൾ പറയുന്നുണ്ട്. മാർക്ക് കിട്ടുന്നുള്ളതിന് പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് കെയിനെ ഷെയിം ഓഫ് ഒരു ഷെയിമിൻ്റെ ശരീരത്തിൽ ഒരു വികലാംഗ എന്തോ സംതിങ് പറ്റി. മനസ്സിലായി? അത് വന്നു. ചില ആൾക്കാർ പറഞ്ഞു ഒരു കൊമ്പ് മുഴ പോലെ എന്തെങ്കിലും അതാണ്ട് സംതിങ് വന്നു. ചില ആൾക്കാർ പറഞ്ഞു നെറ്റിയിലൊരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറെ ഒരെണ്ണം 4 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ഞാൻ ഓർത്ത് വെച്ച്. അത് മറന്നു പോയി. ഓക്കെ. അപ്പം അങ്ങനെ 4 കാര്യങ്ങളാണ് അതിൻ്റെ. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ അഭിപ്രായങ്ങളാണ് മനസ്സിലായ പറഞ്ഞത്. അതേപോലെ പട്ടിയെ കൊടുത്തു കെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെയിനെ ആരും കൊല്ലാതിരിക്കാൻ വേണ്ടി ഒരു അടയാളമായിട്ടൊരു പട്ടിയെ കൊടുത്തു. മനസ്സിലായി? എന്നൊരു പട്ടി കൂടെ ഉണ്ടായിരുന്നു. അത് ഓരോ ആൾക്കാരുടെ അഭിപ്രായം പറയുന്നത്. അത് 14-ാം സെഞ്ചുറി എന്നാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ ഇതിനെപ്പറ്റി അടയാളത്തെപ്പറ്റി ഒന്നും വലിയതായിട്ട് പറഞ്ഞില്ലെങ്കിലും ആ സമയത്ത് സെയിൻറ്റ് അഗസ്റ്റിൻ്റെയൊക്കെ ആ സമയത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂവിഷ് ലോയാണ് ഒരു മാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? ജൂയിഷ് ലോ യഹൂദന്മാരോടുള്ള ദേഷ്യത്തിന്, മനസ്സിലായി, യേശു ക്രിസ്തുവിനെ കൊന്നതിൻ്റെ ദേഷ്യത്തിന് യഹൂദന്മാരുടെ ലോയാണ് കൊടുത്തിരിക്കുന്നത്. ന്യായപ്രമാണം ആണ് കൊടുത്തിരിക്കുന്നത് കെയിന് കൊടുത്തതെന്നുള്ള ആ മാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ സങ്കടകരമായതും തമാശയുമായിട്ടുള്ള കാര്യമായി 18-ാം 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ പ്രൊട്ടസ്റ്റൻ്റായിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് കഴിഞ്ഞാൽ കെയിൻ്റെ നിറം മങ്ങി കറുത്തതായിപ്പോയി. കർമ്മനായിപ്പോയി. മനസ്സിലായി? നല്ല നിറമായിരുന്നു. എപ്പോഴും വെസ്റ്റേൺ ആൾക്കാർ പറയുന്നത്
വെളുത്ത ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പം ആ വെളുത്ത നിറത്തിൽ നിന്ന് കെയിൻ കറുത്തതായിപ്പോയി, കറമ്പനായിപ്പോയി. മനസ്സിലായി? അതാണ് കെയിൻ്റെ മാർഗ്ഗം. അത് റേസിസ്റ്റ് ഇതാ. എങ്കിലും ആൾക്കാരുടെ എനിക്കിത് കേൾക്കുമ്പോൾ തമാശയായിട്ട്, മനസ്സിലായി, ഒരു സെൻസിറ്റീവായിട്ട് എടുക്കാൻ തോന്നില്ല, ഒരു തമാശയായിട്ടാണ് എപ്പോഴും എനിക്ക് എടുക്കാൻ തോന്നുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ആൾക്കാർ മാർക്കിനെ ഒത്തിരി ചെയ്തു. പക്ഷെ നമുക്കറിയത്തില്ല എന്താ മാർക്ക് വെച്ചിരിക്കുന്നത്. ഒരു അടയാളം ദൈവം വെച്ചിട്ടുണ്ട്. മനസ്സിലായി? ആ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും, ഹോംലെസ് ആയിട്ട് ഓടി നടക്കുക. മനസ്സിലായി? ഒരു സ്ഥലത്ത് നിൽക്കാതെ ഓടി നടക്കുക എന്നുള്ളതായിരിക്കും വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ പ്രസൻസിൽ നിന്ന് കെയിൻ പോയി. അതൊരു സങ്കടകരമായ കാര്യം. തെറ്റേറ്റ് പറഞ്ഞ് ചെയ്യുന്നതിനെക്കാട്ടി വലിയ ഇതല്ലേ ഈ തെറ്റ് അംഗീകരിക്കാതെ നടക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്ന ഒരു വല്ലാത്ത അനുഭവം. നമ്മൾ ഒരു കള്ളത്തെ ന്യായീകരിക്കാൻ 100 കള്ളം പറയണം. മനസ്സിലായി? ഒരു കള്ളത്തെ ന്യായീകരിക്കാൻ വേണ്ടി 100 കള്ളം പറഞ്ഞാൽ അത് പിടിക്കുക. എന്നാൽ ഞാൻ അയ്യോ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേന്ന് പറയുന്നത് അതൊരു കുറവല്ല. നമ്മൾ അന്നേരം നമ്മൾ ജയിക്കുന്നത്. നമ്മളിലുള്ള അടുത്ത എന്താ ഒരു മച്യൂരിറ്റി, ഒരു പക്വത വരുന്നത് ആ സമയത്ത്. മനസ്സിലായോ? പക്ഷെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. കെയിൻ ആ ദൈവത്തിൻ്റെ പ്രസൻസ് വിട്ട് നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് വിട്ട് ജീവിക്കാൻ ഒരു നിമിഷം പോലും പറ്റുമോ? ഇല്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രത്തോളം ആയത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രശംസ കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ, ദൈവത്തിൻ്റെ ഒരു കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലേ? അപ്പം ദൈവത്തിൻ്റെ പ്രസൻസ് വിട്ടുപോകാം. ഇവിടെ കെയിൻ ദൈവത്തിൻ്റെ പ്രസൻസ് വിട്ടുപോയി. അവിടെ താമസിച്ചു. അവിടെ ഒരു ചില ട്രാൻസ്ലേഷനൊക്കെ പറഞ്ഞേക്കുന്നത് അവിടെ ഒരു പണിതു എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ പണിതതായിട്ട് പറയാനുള്ള ശരിക്കും കൊടുത്തിട്ടില്ല. കാരണം സെമി നൊമാഡിക്ക് പോലെ ഇങ്ങനെ ഓടി നടക്കുന്ന ടൈപ്പ് ആളാണ്. അതുകൊണ്ട് അറിയത്തില്ല. ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ചില ട്രാൻസ്ലേഷൻ അവിടെ ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഹീബ്രുവിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അറിയത്തില്ല. എനിവേ, നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ആദ്യം മുതൽ ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് പറയാൻ. ഒത്തിരി ആൾക്കാരുടെ പറയാനുണ്ട്. ചില ആൾക്കാർ എന്തോ നോഹയ്ക്ക് കൊടുത്തുള്ളൊരു റെയിൻബോ പോലൊരു ഹെയിലോ സൈനായിട്ട് വെച്ച്, ചില ആൾക്കാർ പറഞ്ഞ് സർക്കംസെഷനാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ കുറേ ഇത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. എങ്കിലും നമുക്ക് ഒന്നുകൂടെ ഇത് ചെയ്ത് നോക്കാം. നമുക്കൊന്നുകൂടെ ഫുള്ള് ഒന്നുകൂടെ ഒന്ന് പ്രിവ്യൂ ചെയ്തിട്ട് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. കെയിൻ, ആബേൽ രണ്ടുപേര് യാഗം കഴിക്കാൻ വന്നു. മനോഭാവം ഒരാളുടെ നല്ലതും ഒരാളുടെ അഴുക്കും. ഒരാൾ അഴുക്കെന്നല്ല, ഒരാൾ ചെയ്തതിൽ ഇവിടെ തെറ്റ് ദൈവത്തിന് പ്രസാദമായില്ല, ദൈവത്തിന് പ്രകാരമായിരുന്നില്ല. മറ്റേ ആൾ ദൈവത്തിന് പ്രകാരം ചെയ്തു. മനസ്സിലായി? ഇതേപോലെ കാണാൻ ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്, നമ്മളുടെ ആരാധന ദൈവത്തിന് പ്രസാദം ആകണമെന്നുണ്ടെങ്കിൽ നമ്മളെ മുഴുവനായി കൊടുക്കണം. ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്കൊന്നും ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ സർവ്വതും മുഴുവനും യാഗമായി അർപ്പിക്കണം. മനസ്സിലായി? അത് അർപ്പിക്കുന്നത് നമുക്കതാണ്ട് വലുത് കിട്ടിയിട്ട് അതിൻ്റെ ഒരു 10% ഒരംശം കൊടുക്കുന്നവരെ ആയിരിക്കരുത്. ദൈവമേ കൃപയാലാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത്. മനസ്സിലായി? ആ ഒരു മനോഭാവത്തോടുകൂടിയുള്ള ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം വേണം നമ്മൾ യാഗം കഴിക്കാൻ. നമ്മുടെ ഹൃദയപ്രകാരമായിരിക്കും. മനസ്സിലായി? നമ്മൾ ഇപ്പം ഹവാമച്ചിക്ക് എന്ത് തോന്നിയോ അത് പ്രകാരം എടുത്ത് കഴിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം എന്തായിരുന്നു, അത് കഴിച്ചു കൂടായിരുന്നു. മനസ്സിലായി? ഹവാമച്ചി തോന്നി, നല്ലതെന്ന് തോന്നി, എടുത്താൻ കഴിച്ചു. പക്ഷെ ദൈവത്തിന് പ്രസാദമായോ? ഇല്ല. ഈ സെയിം തിങ്ങാണ് കെയിനും ഏബിളും വന്നപ്പോൾ. ഏബിൾ ദൈവത്തിന് പ്രസാദപ്രകാരം ചെയ്തു.
മനസ്സിലായി? പ്രസാദപ്രകാരമുള്ള യാഗം കഴിച്ചു, മറ്റേ ആളും സ്വന്തം ഇഷ്ടപ്രകാരം കഴിച്ചു. മനസ്സിലായി? അപ്പം പിന്നെ അപ്പോൾ അത് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തിട്ട് നമ്മുടെ സഹോദരൻ ഇപ്പം നമ്മുടെ സഹോദരൻ നല്ലതായി അവന് വളർച്ച വരുമ്പോൾ നമ്മൾ കുശുംബിക്കുകയല്ല ചെയ്യേണ്ടത്, അതിൽ നന്മയാണ്. ഇപ്പം യേശുപ്പച്ചൻ പറയുന്നുണ്ട്, നിങ്ങൾ പഴയ കാലത്തെ സെക്ഷുവലായിട്ട് എന്തെങ്കിലും ചെയ്താലാണ് തെറ്റ്. യേശുപ്പച്ചൻ പറയുന്നത്, നിങ്ങൾ ഒരു സ്ത്രീയെ മോഹിച്ചാൽ, അല്ലെങ്കിൽ മോഹിച്ചാൽ അവളുമായിട്ട് സെക്ഷുവലായിട്ട് ചെയ്ത പോലെ. നിങ്ങൾ സ്റ്റീൽ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സുകൊണ്ട് ഇതായ ദൈവം എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു സഹോദരനെ നമ്മളുടെ ജലസി കൊണ്ട് നമ്മൾ അവനെ നശിപ്പിക്കാൻ ശ്രമിച്ച, അവൻ്റെ ആ പേര് നശിപ്പിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അതിനെന്താ പറയുന്നത്, അതിന് അവൻ്റെ റെപ്യൂട്ടേഷൻ നശിപ്പിച്ച് കളഞ്ഞ, നമ്മളുടെ ഗെയിനിന് വേണ്ടി, മനസ്സിലായി, നമ്മളുടെ ഗെയിനിന് വേണ്ടി, നമ്മൾ വലിയ ആളായിത്തീരാൻ, അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം പക്ഷെ അവിടെ എങ്കിലും ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ദൈവസന്നിധി വന്ന്, ദൈവമേ ഞാൻ അറിയാതെ ചെയ്തു പോയി, എൻ്റെ സഹോദരനോട് അങ്ങനെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നെ ആ വഴിക്ക് പോയായിരുന്നു മതി. മനസ്സിലായി? അവിടെ ഇപ്പം കെയിനും ആബേലും തമ്മിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു വ്യത്യാസമില്ല. മനസ്സിലായി? ഇത്രയൊക്കെ കെയിൻ ചെയ്തിട്ടും ദൈവത്തിന് കെയിനോട് സ്റ്റിൽ സ്നേഹമാണ്. മനസ്സിലായി? സ്നേഹം ഉണ്ടെന്നേ ഉള്ളൂ. പണിഷ്മെൻറ്റ് ചെയ്ത തെറ്റിൻ്റെ പണിഷ്മെൻറ്റേ യേശുപ്പച്ചൻ കൊടുത്തിട്ടുള്ളൂ, ദൈവം കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? യേശുപ്പച്ചനല്ല, ദൈവം കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? പിതാവൻ ദൈവം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ ഹി ലൈക്സ് ഹിം, ഹി വാണ്ട്സ് കെയിൻ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹം. പക്ഷേ കെയിനും അത് വേണ്ടത് പ്രസൻസ് വിട്ട് അവിടെ നിൽക്കുക, ആ കുറ്റബോധം കൊണ്ട് ഇറങ്ങിപ്പോയി. മനസ്സിലായി? തിരിച്ചു വരാൻ ആ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം കെയിനിൽ വന്നിട്ടില്ല. മനസ്സിലായി? ആ സമയം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ പാപം ചെയ്ത് തെറ്റ്, പാപത്തിൻ്റെ ശമ്പളം മരണം, പാപത്തിൻ്റെ ശമ്പളം പാപം ചെയ്ത തെറ്റുറപ്പ്. മനസ്സിലായി? പക്ഷേ നമ്മൾ ക്ഷമ ചോദിച്ച് കടന്നു വരുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കും. അത് നിൻ്റെ എത്ര ഹാർഡായിട്ടുള്ള പാപമാണെങ്കിലും ദൈവം ക്ഷമിക്കും. മനസ്സിലായി? ദൈവത്തിന് ഈ ഞാനെന്നോ മറ്റുള്ളവരോ എന്താ ഫേവറിറ്റിസം ഇല്ല. എല്ലാവരും ഒരേപോലെ സെയിം. ദൈവത്തിൻ്റെ ദൈവം ഉണ്ടാക്കിയാൽ ഇപ്പോൾ ഒരപ്പനും അമ്മ പെറ്റ് വളർന്ന് 4-5 മക്കളുണ്ടെങ്കിൽ ഏതിനോടെങ്കിലും ഫേവറിറ്റിസം ഉണ്ടോ? ഇല്ല. എല്ലാ മക്കളും ഒരേപോലെക്കല്ലേ. ഇപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്, 4 മക്കളും എനിക്ക് ഒരേപോലെക്കാണ്. ഒരു ഫേവറിറ്റിസം ഇല്ല. മനസ്സിലായി? 4 മക്കൾ, പക്ഷെ 4 പേര് 4 രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പണിഷ്മെൻറ്റ് കൊടുക്കുന്നതും അതേപോലെക്കായിരിക്കും. മനസ്സിലായി? കൊച്ചു പിള്ളേർക്ക് കൊച്ചടി, വലിയ ആർക്ക് വലിയടി, മനസ്സിലായി എന്നുള്ള രീതി കൊടുക്കും. പക്ഷെ അവർ തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കും, റൈറ്റ്? പക്ഷെ അന്നും വരെ അവരോട് ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന് കെയിനോട് ഒരു ഇഷ്ടമില്ല. പക്ഷെ കെയിൻ ഒരു മാനസാന്തരമില്ലാതെ വിട്ടുപോയി. ദൈവസന്നിധിയിൽ നിന്ന് എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല, ഇതൊന്ന് അങ്ങനെ കുറേ ന്യായീകരണം, ആ പണിഷ്മെൻറ്റിനെ ന്യായീകരിച്ചിട്ട് തെറ്റൊരിക്കലും അംഗീകരിക്കാതെ ഇറങ്ങിപ്പോയി. ആ ജലസി, ഇവിടാണ് ഈവിൽനെസ് എന്ന് പറയുന്നത്. ആ ജലസി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, തെറ്റിന് ഈവിൽനെസ്സിന് ഇടം കൊടുക്കരുത്. ഒരു സൂചിക്കൊള്ള കൊടുത്താൽ അതിൻ്റെ അകത്ത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പണി. തമാശയുടെ പറയല്ല, ഞാൻ പല വ്യക്തികളും കണ്ടിട്ടുണ്ട്. ജലസി എടുത്ത് ഫ്രിഡ്ജിൽ കുറച്ച് നാൾ വെച്ചതേ ഉള്ളൂ, കണ്ടില്ല കെയിൻ ഒരു മാനസാന്തരമില്ല ഇറങ്ങിപ്പോയി. അതേപോലെ കാര്യങ്ങൾ ജലസി വന്ന് ജലസി നമുക്ക് എല്ലാവർക്കും സംഭവിക്കും. വി നോട്ട് പെർഫെക്റ്റ്, മനസ്സിലായി? വി ആർ സ്ട്രൈവിങ് ടു ബി പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മൾ ജലസി കാണും. ദൈവത്തോട് ക്ഷമ ചോദിച്ച് തിരിച്ചു പോവാ. ദൈവം അതാണ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ സ്വന്തം പുത്രനെ നമുക്ക് നൽകി തന്നത്, നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുമാറ്. മനസ്സിലായി? ദൈവം ഇവിടാണ് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത്. മനസ്സിലായി? കെയിനും ആബേലും തമ്മിൽ യാതൊരു ഇതല്ല, കോമൺ ഗ്രേസ്. മനസ്സിലായി? കെയിൻ്റെ അവിടെയും മഴ പെയ്യിച്ചു, ഇവിടെയും ജയിച്ചു. പക്ഷേങ്കിൽ കെയിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് നല്ലതായിരിക്കത്തില്ലെന്നുള്ളൂ. മനസ്സിലായി? ഏബലിൻ്റെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മനസ്സിലായി? കെയിൻ്റെ ദൈവത്തിന് എപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, പഴയ നിയമത്തിൽ വേറൊരു ദൈവമാണ്,
കാരണം റൂഡായിട്ടുള്ള പുതിയ നിയമത്തിൽ ഒത്തിരി നൈസ് ദൈവമാണ്. അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. കാരണം മാർസി എന്ന് പറഞ്ഞ ആൾ ഈ സെയിം കോൺസെപ്റ്റായിരുന്നു മാർസിൻ്റെ. പഴയ നിയമത്തിലെ വെഞ്ചറൻസ് ഗാഡ്, യുദ്ധവീരനും കൊല്ലുന്ന ദൈവവും ഒരു കരുണയില്ലാത്ത ദൈവവും അങ്ങനെയൊന്നുമല്ല. ഒരിക്കലും അങ്ങനെയല്ല. അന്നും ഇന്നും ദൈവം ഗാഡ് ഇസ് സെയിം, ഒരു ഡിഫറൻസും ഇല്ല. ഓക്കെ, ബട്ട് ദൈവം എപ്പോഴും കാണിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജാതിയെ തിരഞ്ഞെടുത്തിട്ട് ആ ജാതി കാണിക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റ് നിങ്ങൾ അംഗീകരിക്കുക. ആ ദൈവമല്ല നിങ്ങൾക്ക് വേണ്ടത്, ഞാനാണ് നിങ്ങളുടെ ദൈവം. ഈ ജാതി, ദ റീസൺ വൈ ഞാൻ ഈ ജാതിയെ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ തെറ്റ് അംഗീകരിച്ച് നിങ്ങൾ കടന്നു വരാനാണ്. പക്ഷെ അവരൊരിക്കലും അത് കടന്നു വന്നില്ല. അവർ ഹാർഡായി എപ്പോഴും ഈ ജാതിയെ, ദൈവത്തിൻ്റെ ജാതിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നോക്കിയത്. വൈ? ബിക്കോസ് ദെയർ ഈവിൾ ഇസ് ഗ്രേറ്റ്. ഇപ്പം ഇവിടെ പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കെയിനിൽ ഒരു ദുരാത്മാവിൻ്റെ പൊസഷൻ ഉണ്ടായി. കെയിൻ ഒരു മാനസാന്തരത്തിൻ്റെ പോലും ഇല്ലാതെ ഇറങ്ങിപ്പോവാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് പോയത്. പക്ഷെങ്കിൽ അവിടെ വേണ്ടിയിരുന്ന എന്തായിരുന്നു? മാനസാന്തരം. പക്ഷെ ദൈവത്തിന് അന്നേരവും ഇപ്പോഴും എപ്പോഴും കെയിനെ ഇഷ്ടമാണ്. തെറ്റ് ചെയ്ത ശിക്ഷ ഉറപ്പാണ്. മനസ്സിലായോ? അപ്പം നമ്മളൊക്കെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ട് നമ്മളെ ശിക്ഷിക്കാത്തതെന്ന് കഴിഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ഇറ്റ്സ് എ ഗ്രേസ്. ആ കൃപയാലാണ് നമുക്ക് പല തെറ്റിനും നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടാൻ നമ്മൾ രക്ഷപ്പെട്ട് ഇരിക്കുന്നത്. അതൊരു ഗ്രാൻഡഡായിട്ട് എടുക്കരുത്. മനസ്സിലായോ? നമ്മുടെ ക്രെഡിറ്റായിട്ട് എടുക്കരുത്. എപ്പോൾ വേണേലും പോവാം. അതുകൊണ്ട് കൃപയാലാണ് നമ്മൾ ജീവിക്കുന്നുള്ള മറന്നു പോകാൻ. അപ്പം ഏബലും ജലസി വാണിംഗ് ഉണ്ടായിരുന്നു. ജലസി നിൻ്റെ വാതിൽക്കൽ ഇരിപ്പുണ്ട്. അതിനോടുള്ള ആഗ്രഹം നിന്നോടാണ്. പക്ഷേ അതിനെ ഓവർ പവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വയലിലായിരുന്നപ്പം കൊന്നു. മനസ്സിലായി? അപ്പം പണിഷ്മെൻറ്റ് വാസ് ടു ഗ്രേറ്റ് ആയിരുന്നു. പിതാക്കന്മാർക്ക് കിട്ടിയ പണിഷ്മെൻറ്റിൻ്റെ ഇരട്ടി പണിഷ്മെൻറ്റ് കെയിന് കിട്ടി. വൈ? ബിക്കോസ് ഈവിളിനെ ഓവർ പവർ ചെയ്യാൻ കഴിഞ്ഞു. വാണിംഗ് ഉണ്ടായിരുന്നു. കൊന്നു കഴിഞ്ഞ് വന്നിട്ട് ദൈവം ആദ്യം കെയിനെ തടയുമായിരുന്നു. മനസ്സിലായി? കൺഫ്രണ്ട് ചെയ്യുമായിരുന്നു. പുള്ളിക്കാരിങ്ങനെ ഹൈഡ് ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചു. ദൈവം വന്നിട്ട് ഈ സെയിം തിങ് തന്നെയല്ലേ പിതാക്കന്മാർക്കും ഹവയ്ക്കും ആദമിനും സംഭവിച്ചത്. അവർ തെറ്റ് ചെയ്ത് ഹൈഡ് ചെയ്തിരുന്നു. ആദ്യം വന്ന് നിങ്ങൾ എവിടെയാണ്? ഇതേപോലെ അതിനെ നീ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു? മനസ്സിലായോ? കൺഫ്രണ്ട് ചെയ്തു. എന്തോ രണ്ടുപേരും കള്ളത്തരം പറഞ്ഞു. മനസ്സിലായി? ആ തെറ്റിനെ പറ്റി ഏറ്റു പറഞ്ഞു, ഉപേക്ഷിക്കാതെ. മനസ്സിലായി? രണ്ടുപേരും ന്യായീകരിക്കാൻ ശ്രമിച്ചു. പണിഷ്മെൻറ്റ് സെയിം. ഈ സെയിം തിങ്ങല്ല നമ്മുടെ ജീവിതത്തിലും. തെറ്റ് ചെയ്യുമ്പം ദൈവം നമ്മളോട് ചെയ്യുന്നുണ്ട്. ജലസി ഇസ് എ ബിഗ് ഈവിൾനെസ്. അതിനെ ഓവർകം ചെയ്യണം. മനസ്സിലായി? അത് നമ്മളോടാണ് ആഗ്രഹം, നമ്മളെ നശിപ്പിക്കാനാണ് ആഗ്രഹം. എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, പാപം നമ്മുടെ വാതിൽക്കൽ തന്നെ ഏർപ്പെടും. എപ്പോഴും. അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. അത് ഒരു രീതി നമ്മളെ അത് അങ്ങ് ആകർഷിക്കും. നമ്മുടെ കൂടെ കൂടും. നമുക്കറിയത്തില്ല. അത് നമ്മൾ വിചാരിക്കുന്ന നന്മയ്ക്കായിരിക്കും. ഏറ്റവും അവസാനം നമ്മളെ അത് തകർക്കും. അതുകൊണ്ടാണ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ, റെസിസ്റ്റ് ദ ഈവിൾ. ഒരു ഈവിളിനൊരു സൂചി. അതിനെപ്പോഴും നമുക്ക് ആ ദൈവത്തിൻ്റെ കൃപയാൽ ഇരുന്നാലേ പറ്റത്തുള്ളൂ. പിന്നെ ആ ഒരു സൂചിക്കൊള്ളിൽ കൊടുത്താൽ അത് എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ റിബല്യനാവും. ഇപ്പം കണ്ടില്ലേ? റിബല്യനായി കെയിൻ്റെ ഇവിടെ. റിബല്യസ്നെസ് വന്നാൽ ഓർത്തോണം, ദാറ്റ്സ് എ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പൊസഷൻ, ഈവിൾ പൊസഷൻ. നിങ്ങളിൽ റിബല്യൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓർത്തോണം, അടുത്ത സ്റ്റെപ്പ് ഈവിൾ പൊസഷൻ. പിന്നെ കിടന്ന് കൈയിട്ട് അടച്ചു വിട്ടും കാര്യമില്ല. ഇത് ചെയ്യാനുള്ള, അതിനെന്ത് പറയുന്നത്, റിപ്പൻറ്റ് ചെയ്യാനുള്ള സമയം ഇതാണ്. റിബല്യസ്നെസ് കുഞ്ഞു കളിക്കരുത്, തമാശയായിട്ട് എടുക്കരുത്, അതിനെ വെച്ച് താലോലിക്കല്ലേ. ഇഫ് യു ഹാവ് റിബല്യസ്നെസ്, ഇഫ് യു ഹാവ് ജലസി, ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് സിൻ, പ്ലീസ് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് ASAP. മനസ്സിലായി? ആ റിബല്യസ്നെസ്സിനെ താലോലിക്കല്ലേ. അത് വഷളാവും,
പിന്നെ ഈവിൾ പൊസിഷൻ ഉണ്ടാവും. പിന്നെ ഒരിക്കലും ദൈവസന്നിധിയിൽ വരാൻ പറ്റാത്ത രീതി നമ്മളെ അടിച്ചു കൊല്ലിക്കളയും. കെയിന് പറ്റിയതും അത് തന്നെ. അതേപോലെ നിങ്ങൾക്കും പറ്റണം. ഇത് നമുക്കൊരു ഒരു വിസ്ഡമായിട്ട് തന്നേക്കുക, അഡ്വൈസായിട്ട് തന്നേക്കുക. തെറ്റി കളയരുത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിർത്താം. അടുത്ത ആഴ്ച കുറേ കൂടെ പറയാനുണ്ട്. അടുത്ത ആഴ്ച കുറച്ചുകൂടെ പറയാം. അടുത്ത ആഴ്ച ഇനിയുള്ള എല്ലാം ഇതായെന്തോ ജീനിയോളജിയാണ്, മനസ്സിലായി. അപ്പോൾ ജീനിയോളജി വരുമ്പോൾ ഞാൻ ഇനിയുള്ളത് കുറച്ചുകൂടെ, കാരണം എനിക്ക് ഇച്ചിരി ഈ വീക്കുകളൊക്കെ ഈ ആഴ്ചകളൊക്കെ ഇച്ചിരി തിരക്കായിരുന്നു. ഒരു ട്രാൻസിഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു. അതുകൊണ്ട് ശരിക്കും പ്രിപ്പയർ ചെയ്തെങ്കിൽ എല്ലാം എഴുതി വെച്ച് തലയിൽ വന്ന് 4 കഴിഞ്ഞാൽ തന്നെ 4 7 വട്ടം ഉണ്ടായിരുന്നു. 4 ഫേവറേറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടതേ എടുത്തുള്ളൂ. അപ്പം അതെല്ലാം മറന്നു പോകാൻ ഇടയായി. പക്ഷേ വേണ്ട പോലെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയില്ല. അതേപോലെ ഈ ആഴ്ച ഹീബ്രു വായിക്കണമെന്ന് വിചാരിച്ച പക്ഷേ മറന്നുപോയി. ഇനി അടുത്ത ആഴ്ച വായിക്കുമ്പോൾ കണ്ടോ ഭയങ്കര ഹാർഡായിരിക്കും. കാരണം എൻ്റെ ഒരു ഭാഷയിൽ ഇത് ഇങ്ങനെ ഈ സമയത്തൊക്കെ ഞാൻ വായിക്കാറുള്ളൂ. അതുകൊണ്ട് ഓക്കെ, എനിവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ബിഗ് ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുക. എനിവേ നമുക്കിന്ന് ഇവിടെ നടത്താം. ദൈവമേ സ്വസ്ഥതാവേ, ഞങ്ങൾക്ക് ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് ദൈവമേ ഞങ്ങൾക്ക് പഠിക്കുവാൻ ഇടയായല്ലോ. ദൈവമേ കെയിനെ പറ്റി പഠിക്കാൻ, ഒരു ജലസിയെ പറ്റി പഠിക്കാൻ ഇടയാക്കിയല്ലോ. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും പാപകരമായ ഉണ്ടെങ്കിൽ ദൈവമേ ഞങ്ങൾ അറിയുന്ന വചനം ഞങ്ങളോട് പറയുന്ന റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ. ഒരു സാത്താന് അല്ലെങ്കിൽ ഈവലിന് ഒരു സൂചിക്കുള്ളിൽ ഒഴിക്കാൻ പോലും അവസരം കൊടുക്കില്ല. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞങ്ങൾ സഹോദരനോട് ദൈവമേ ജലസി തോന്നി, ദൈവമേ ആ റെപ്യൂട്ടേഷൻ നശിപ്പിക്കാൻ, സഹോദരൻ ഇവന്തോ കൊന്നില്ലെങ്കിലും ഞങ്ങൾ സഹോദരന് ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്ത് റെപ്യൂട്ടേഷൻ ചെയ്ത് വിട്ടാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ അതൊന്നും ഞങ്ങളോട് ഓർക്കല്ലേ, കണക്കിട്ടല്ലേ, പാരും ചോദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു വെച്ചാൽ ദൈവമേ. അതേപോലെ റെസിസ്റ്റ് ദൈവമേ തെറ്റ് ചെയ്യുമ്പം ഞങ്ങൾക്ക് ആ തെറ്റ് അംഗീകരിച്ച് മടങ്ങി വരാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ജലസിയായി, അത് കഴിഞ്ഞ് റിബല്യനായി, അത് കഴിഞ്ഞ് ദൈവസന്നിധി വിട്ട് പോകാനിടയായി. അതേപോലെ കാര്യക്കല്ലേ ഞങ്ങൾ ജലസിയായാലും റിബല്യനായാലും തെറ്റ് അംഗീകരിച്ച് തെറ്റിനോട് ക്ഷമ ചോദിച്ചു മാപ്പ് പറഞ്ഞു മടങ്ങി വന്ന് ദൈവസന്നിധി ദൈവമേ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുമാർ ഞങ്ങളെ ക്രിയേറ്റ് ചെയ്തു. ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം സ്നേഹിച്ച് ദൈവമേ യേശുപ്പിച്ചനെ ഞങ്ങൾക്ക് നൽകി തന്നു, കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച ഈ യേശുപ്പിച്ചൻ്റെ ദൈവമേ സന്നിധി വിട്ട് ഞങ്ങൾക്ക് കടന്നു പോകാനെങ്കിൽ കൃപയാലാണല്ലോ ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയത്. ദൈവമേ ഈ ട്രമൻഡസ് പ്രിവിലേജ് ഞങ്ങൾക്ക് കിട്ടിയത് ദൈവമേ കൃപയാലാണല്ലോ. ദൈവമേ അഹങ്കരിക്കാൻ ഇടയാക്കല്ലേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടോ പുകഴ്ച കൊണ്ടോ പ്രശംസ കൊണ്ടോ ഒന്നുമല്ല. ദൈവമേ അച്ഛൻ്റെ കൃപയൊന്നും മാത്രമാണ്. ആ കൃപയാണെന്നുള്ള ഒരു ബോധത്തോടെ ഞങ്ങൾക്ക് ജീവിപ്പാടാക്കണമേ. ഓരോ ദിവസവും അതേപോലുള്ള ദൈവമേ ഫുഡ് സ്റ്റെപ്പ് ഞങ്ങൾക്ക് വയ്ക്കുകയാണ്. ദൈവനാമം മഹത്വത്തിനായി തീരുവാണ്ടാക്കണമേ. അച്ഛൻ്റെ നാമത്തിന് പുകഴ്ചയ്ക്കുമായി ഞങ്ങളുടെ ജീവിതം റിഫ്ലക്റ്റ് ചെയ്യാണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശു മനസ്സാക്കണമേ. യേശു തന്നെ ആമേൻ.